അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇത്രയും കാലമായിട്ടൊന്നും ചെയ്യാതിരുന്നു. ഇന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. പിന്നെ നമുക്ക് വില്ലേജറിന് ഉണ്ടാക്കാൻ വേണ്ടി ഒരു വഴിയുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടോ, ഇവൻ തന്നെയാണ് ആ വഴി. ഒരു നെയിം ടാഗ് എവിടെ നിന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നെയിം ടാഗ് എങ്ങനെ കിട്ടണം, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കട്ടെ എങ്ങനെയൊക്കെ കിട്ടുമെന്ന്. ഒരു മിനിറ്റ് കേട്ടോ, എങ്ങനെയാന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി. നമുക്ക് ഒന്ന് ഫിഷിങ്ങിലൂടെ ചെയ്യാം. പിന്നെ ഉള്ളത് നെതർ ഫോർട്രസ് അല്ലെങ്കിൽ മറ്റേ വുഡൻ മാൻഷന് മൈൻഷാഫ്റ്റിയോടൊക്കെയല്ലേ അവിടെയുണ്ട്. പിന്നെ ലൈബ്രറിയൻ്റെ മാസ്റ്റർ ലെവൽ വില്ലേജറായിട്ട് ട്രെയിൻ ചെയ്യണം. ലൈബ്രറിയന് വില്ലേജറിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെയിം ടാഗ് കണ്ടുപിടിക്കാൻ പോകണം. അതിന് വേണ്ടി പറഞ്ഞിട്ട് ഓക്കെ. അപ്പോൾ നമുക്ക് ഫിഷിങ് തന്നെ സമയത്രയുണ്ട്. ഫിഷിങ് തന്നെ എടുത്തണ്ടോ പറയാൻ പറ്റൂലേ, എൻ്റെ സ്വഭാവം കൊണ്ടേ. ജസ്റ്റീന് ഫിഷിംഗ് റോഡ് കുറച്ച് ചാൻസ് ഉണ്ട് നമുക്ക്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പോകണം. മിക്കതിനെ നമ്മളെടുത്തിട്ട് നെയിം ടാഗ് ചെയ്ത് 2 എണ്ണം മതി മാക്സിമം. 2 മറ്റേ ഇത് വില്ലേജർ. എൻ്റെ പേരെന്തായിരുന്നു ആ വില്ലേജറിൻ്റെ? വില്ലേജറല്ല, ട്രേഡിങ് ഈ ട്രേഡർ പേരും കിട്ടുള്ള. അയ്യോ, ഒന്നും കിട്ടുന്നില്ല. നല്ല ക്ഷമ വേണ്ട സാധനം കൂടിയത്. ഓഫിലിരുന്ന് ചെയ്യുന്നത് ശരിക്കും നല്ലത്. ഇതിന് ശരിക്കും നമ്മൾ പെടും. ഈ കോഡ് ഇട്ടാലാണ് മെയിൻ ചാൻസ് ഉള്ളത്. ചാൻസ് കൂടുതലായി കോഡ് കിട്ടാനും പിന്നെ മറ്റേ ഫിഷിനെയും കിട്ടാനും. മെയിൻലി കിട്ടാൻ കോഡ്, രണ്ടാമത് സാൽമൺ, പിന്നെ എൻചാൻറ്റിംഗ് ബുക്ക്, അതായത് ചവറ്, പഫർ ഫിഷ്, അങ്ങനെയുള്ള കാര്യങ്ങളും കിട്ടും. നെയിം ടാഗ് അത്യാവശ്യം റെയറായിട്ട് കിട്ടാറ്.
ഞാൻ അവിടെ കുറച്ച് കേവ്സൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടേക്കൊക്കെ പോകണമെന്നാണ് ഫസ്റ്റ്. ഞാൻ എന്തായാലും ഈ വില്ലേജറിനെ ഒന്ന് ചെയ്തിട്ട് വേണം അങ്ങോട്ടേക്കൊക്കെ പോവാൻ. എമറാൾഡ് ഇല്ല, അതാ കഷ്ടം. ഫസ്റ്റ് അവരെന്തെങ്കിലും ആക്കിയിട്ട് ട്രേഡ് ചെയ്യണം. അതിനു വേണ്ടിയുള്ളതൊക്കെ കയ്യിലുണ്ട്. പിന്നെ ചിലതുണ്ടല്ലോ നമ്മുടെ ചില വില്ലേജർ, ബ്ലാക്ക് സ്മിത്ത്. ഞാൻ പറഞ്ഞില്ല പഫർ ഫിഷ് മനസ്സിൽ വിചാരിച്ചുള്ളൂ. മനസ്സിൽ വിചാരിച്ചുള്ളൂ പഫർ ഫിഷ് എന്താ വരാത്തത്, ആണ്ട കിടക്കണത്. ഈ ഫിഷിംഗ് റോഡ് ഉണ്ടാക്കാൻ അത്ര വലിയ ഒന്നും വേണ്ട. സ്റ്റിക്കും കുറച്ച് സ്ട്രിങ്ങും മതി. സ്ട്രിങ് ഉണ്ടാക്കണമെങ്കിൽ രാത്രി ഉറക്കമൊഴിച്ച് തന്നാൽ മതി. കുറച്ച് സ്പൈഡർ വരുമ്പോൾ അതിന് ചുട്ടിക്കൊട്ടി ഒരു മൂലയ്ക്ക് ഇട്ട് അതിന് സ്പ്രിങ് എന്തെങ്കിലും ആട്ടാ വള്ളി എടുത്ത് അതിൻ്റെ സ്ട്രിങ് എടുത്തിട്ട് ഉണ്ടാക്കണം. രാത്രി സ്പൈഡർ മാത്രമല്ല സ്പോണാവുക, ക്രീപ്പറും സ്പോണാവും, സ്കെലറ്റനും സ്പോണാവും. പിന്നെ സോംബി കുഞ്ഞികളില്ലേ അവർ സ്പോണാവും. അവരാണ് ഏറ്റവും വലിയ തലവേദന. ഇതെന്ത് വരാത്തേ? ലാസ്റ്റ് ഇതുങ്ങളും കഴിഞ്ഞ് ഇനി നല്ല സാധനം കിട്ടിയില്ലെങ്കിൽ ഞാൻ പോവാണ്. പിന്നെ നമുക്ക് ജീവനോട് കുറച്ച് പഫർ ഫിഷിനൊക്കെ വേണ്ടി കുറേ നാളായി ജോബിയും കുറേ ക്രീപ്പറൊക്കെ വന്ന് നമുക്കിട്ട് പണി തരാൻ തുടങ്ങിയിട്ട്. ഇതിലുള്ള ചെസ്റ്റ് ഓർക്കാണ് ഞാൻ പോകുന്നത്. പിന്നെ കുറച്ചധികം ഗോൾഡും നമ്മുടെ ട്രീ ഫാമും നന്നായിട്ട് മാനുവലായിട്ടുള്ള ട്രീ ഫാം തന്നെ മതി ഇനി ഫ്യൂച്ചർ പരിപാടിയൊക്കെ ആയിട്ട്. കാരണം ഇതൊരു കുറേ എപ്പിസോഡ് ഉണ്ടാവും. ഈ ആപ്പിൾ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ ഗെയിമിലേക്കൊക്കെ. ഇല്ലെങ്കിൽ അതൊക്കെ കൂടെ എന്നെ ചുറ്റിക്കുട്ടി പന്നിക്കിടും. സത്യം പറയണേ, ഞാൻ അത്ര വലിയ പ്രോയൊന്നും അല്ല സത്യം. എന്താ അവിടെ സ്റ്റെക്ക് അടിച്ചിരിക്കണേ? എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഈ ഫിഷിംഗ് റോഡ് വെച്ചിട്ട് ചിലതിനൊക്കെ പൊക്കിയെടുക്കാൻ പറ്റും. പിന്നെ ബേസിക്കായിട്ടുള്ള മൈൻക്രാഫ്റ്റ് കിട്ടും. അത്ര മാത്രമേ അറിയുള്ളൂ. നിങ്ങളോട് കമൻറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഒന്നും ചെയ്യത്തില്ല. സുധിയണ്ണൻ്റെ അടിയിൽ നിന്നിട്ട് കമൻറ്റ് ചെയ്താൽ മതി, വല്ല ടിപ്സും തരാൻ. അതുകൊണ്ട് ഈ ചെറുക്കനെയാണ് നമുക്ക് ആവശ്യം. ഇവനെ എപ്പോഴാണ് ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആവശ്യമുള്ള സമയത്തൊന്നും ഇവനെ കാണാൻ കിട്ടാറില്ല. ഇതാണ് ഈ ചൂണ്ടയുടെ കുഴപ്പം. ചൂണ്ടയ്ക്കൊക്കെ ഒരു കുഴപ്പമുള്ളൂ. അയ്യോ ചത്ത് മനസ്സിലായ ഞാനെന്താ പറഞ്ഞേന്ന്? ആൾ ഇതിൻ്റെ മുകളിൽ പോയോ അത് താഴെ ചെന്ന് ചത്താ? മനസ്സിലായ ഞാനെന്താ ഈ ഫിഷിംഗ് റോഡിൻ്റെ ഗുണം എന്ന് കുറേ നാളെ പറയാൻ തുടങ്ങിയിട്ട്? മനസ്സിലായി ഇതിൻ്റെ ഗുണം. ചില സമയത്ത് നമുക്കിട്ട് പണിയും തരും. നെയ്റ്റ് ആയിക്കഴിഞ്ഞാൽ കുറച്ച് മോബ്സിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങിയത്, അതുകൊണ്ട് വലിയ കാര്യമായിട്ട് പേടിക്കാനില്ല. എന്നാലും ഇവിടെയും പിന്നെ ഇവിടെയും ഇതൊന്നും പൊളിച്ച് വെച്ചിട്ട് ഇവിടെയും ഇതൊന്നും പൊളിച്ച് വെച്ചിട്ട് ആ ടോർച്ചൊക്കെ ഉണ്ട്. ടോർച്ച് ഇവിടെ വരണം. പിന്നെ കൊണ്ട് എവിടെ ഒരെണ്ണം മതി. ഇനി അകത്ത് ടോർച്ചില്ല. ശരിയായി.
ആരാ പറഞ്ഞ ശരിയായിരുന്നു? ഇപ്പോഴാണ് ശരിയായത്. പെട്ടെന്നല്ലേ മൗസ് എന്താണ് ഇങ്ങനെ വയ്ക്കാം. ഇവിടെ സ്പൂണാവാൻ അധികം ചാൻസ് ഇല്ല. കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ വയ്ക്കുന്നത് നല്ലത് തോന്നുന്നു. താഴെ നിറയെ കാര്യങ്ങൾ സ്പൂൺ അയക്കണം. ക്രീപ്പർ മാമൻ, ക്രീപ്പറിനെ ഉണ്ടാക്കി പോയി ചാവാനാണ് എൻ്റെ വിധി. ക്രീപ്പറിനെ ഞാൻ ഞാൻ വിളിക്കണ സമയത്ത് ക്രീപ്പറൊന്നും വരത്തില്ല. ആണ്ടെ നിന്ന സമയത്തിന് ഫോണിൽ നല്ല ആൾ. ഇങ്ങണ്ട ഇങ്ങനൊന്ന് രാത്രി ഉഴക്കൊഴിച്ച് നിൽക്കാൻ പറഞ്ഞത് ഇതുകൊണ്ടാ. അമ്മച്ചേ താഴെ ഇറങ്ങുമ്പോൾ അടുത്ത പണി ഉണ്ടാവില്ല. ഇതാണ് വേറൊരു പണി. അവിടെ വെള്ളം വെച്ചാ നീ നോക്കിക്കൊള്ളാൻ ചാൻസ്. എനിക്ക് മാത്രം എത്തിക്കാൻ പറ്റില്ല. സ്ലീപ് ത്രൂ ദിസ് നൈറ്റ്. അടിപൊളി, നല്ലത്. റീസ്പോൺ പോയിന്റ് സെറ്റ്. ചെക്കടിച്ചില്ല. ഇപ്പൊ ശരിയായി. നേരം ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ക്രീപ്പർ അറിയ സ്പൈഡർ എല്ലാം ഇപ്പം ശാന്തമായിക്കണം. സ്പൈഡറിനെ എങ്ങോട്ട് കയറി ചൊറിഞ്ഞാലും ഇങ്ങോട്ട് കയറി ചൊറി കിട്ടും. അതൊരു ഗുണം. ഒരു സാധനവും ഇല്ല ഇവിടെ. രാവിലെ ആയപ്പോഴേക്കും എല്ലാം ഓടിച്ചത്. എല്ലാവരും ഓടിപ്പോയോ രാവിലെ ആയപ്പോഴേക്കും? ഇനി അവന്മാർക്ക് തണല് വേണം. അതെങ്ങനെ? അതങ്ങനെ ഉണ്ടായിരുന്നൊരു ട്രേഡറിനെ കൊണ്ടേ കളഞ്ഞു. ഒരാവശ്യം ഉണ്ടായില്ല. അല്ലാത്ത സമയത്ത് കൃത്യം വെള്ളത്തിൽ വീഴും. വെള്ളത്തിൽ വീഴുന്ന സമയത്ത് വെള്ളത്തിലിട്ട് വീഴത്തൂല. ഗ്ലിച്ച് നീണ്ടൊരു ചൂണ്ടങ്ങിട്ടു. ഒന്നും കിട്ടിയില്ല. പേടിക്കണ്ട, ഒന്നും കിട്ടിയിട്ടില്ല. ചത്ത്, ഓൾമോസ്റ്റ് ചത്തേനിപ്പം. അയ്യോ, ഇവിടെ 2 ടോർച്ച് വയ്ക്കുന്നത് നല്ലതാ. ഒറ്റ ടോർച്ചായാലും കുഴപ്പമില്ല, അവിടെ ഇന്ന് നല്ലതാ. ഞാൻ ന്യൂബ് ലെവൽ കഴിയാറായി കൊണ്ട് പറഞ്ഞതാ ഇങ്ങനെ. സ്പൈഡറായിട്ട് എന്തിനാണോ ഉണ്ടോ ഞാൻ കൊണ്ടുനടക്കണേ. സ്ട്രിങ് ഇല്ലേടേ. ഇനി അപ്പുറത്തെ വട്ടിയിലുണ്ടോ? ഇവിടെ ഇല്ല സ്പ്രിങ്. വീണ്ടും ഹണ്ടിങ്ങിന് ഇറങ്ങേണ്ടി വരും. ഫസ്റ്റ് തന്നെ വല്ല മോബ്സ് അവിടെ ഉണ്ടോ നോക്കട്ടെ. അതെ, എന്നിട്ടാണ് താഴെ ചെല്ലുമ്പോൾ ഞാൻ പടാവാൻ. അടിപൊളി സ്ഥലത്തുണ്ട്. നല്ല അരിശരനുള്ള കുറ്റി. പാണ്ടയുടെ മേത്തൊന്ന് ചൂണ്ടിട്ട് വെക്കാം.
മിസ് ആ പാണ്ടയുടെ ഉള്ളിൽ കൂടെ പോണു പൂണ്ട ഗ്ലിച്ച് ആ ഇപ്പം ശരിയായി പാണ്ടൻ്റെ ആ പാണ്ട ചത്ത് ഞാൻ 2 പ്രാവശ്യം നിറഞ്ഞാൽ മതി പാണ്ടയൊക്കെ ചാവാൻ. നിങ്ങളും നോക്കണം ഗൈസ് എത്രത്തോളം പവർഫുള്ളാണ് എൻ്റെ ആയതെന്ന്. എനിക്ക് പേടിയാ സ്കാഫ് ഹോൾഡിങ്ങിൽ നിൽക്കാനാ. എപ്പോൾ പണി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. സ്കാഫ് ഹോൾഡിങ് മാറ്റി വല്ല ഇതും വെച്ചാലാ. വാട്ടർ ബക്കറ്റ് ഇത്രയും ഡേഞ്ചറസ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. ക്രൗച്ചിരുന്നിപ്പോൾ 8-ൻ്റെ പണി തന്നെ കിട്ടിയത്. അതോ മരത്തിൽ തന്നെ വെള്ളം വന്നു. വാട്ടർ ബക്കറ്റ് കൈ പിടിക്കുന്ന നല്ലതല്ല. ഫിഷിംഗ് റോഡിനൊരു ചെലന്തിയെ പോലും കാണുന്നില്ലല്ലോ. കഷ്ടം. ഞാൻ തെറി പോകുമ്പോഴേ ഒരു ഗോൾഡൻ ബൂട്ടൊക്കെ ഇട്ടിട്ട് വേണം പോയി. ഇല്ലെങ്കിൽ എപ്പം അടി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഇത് ബ്ലാക്ക് സ്ക്രീനൊക്കെ വന്നേ ഇടയ്ക്കിടയ്ക്ക്. ബ്ലാക്ക് സ്ക്രീൻ നിനക്ക് ചിക്കനും കോട്ടൺ ഫ്ലഷും മാത്രം ഇറങ്ങത്തുള്ളൂ. എത്ര പ്രാവശ്യം ഞാൻ മീനും ചിക്കനും മട്ടനും ഒക്കെ മട്ടനൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ നിന്നോളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെന്ന് പറഞ്ഞത് ഫീഡ് വരുന്നുണ്ട്. ഇതിനൊരു ഫ്രണ്ടിനെ കണ്ടുപിടിക്കണം. അപ്പോൾ കുറേ ഉണ്ടാവില്ലോ. സമ്മതിക്കണം. അത് ഫ്യൂലൊക്കെ ഉണ്ട്. അല്ല പവർ ഫിഷിനെ കുക്ക് ചെയ്യാൻ പറ്റുമോ? ഒറ്റ സ്ട്രിങ്ങുള്ളൂ. അതിന് വേണ്ടി 2 സ്ട്രിങ് വേണം. ഇതിന് വേണ്ടി 2 സ്ട്രിങ് വേണം. ഇവിടെ 2 സ്ട്രിങ് വേണ്ടേ? 2 സ്ട്രിങ് 2 സ്ട്രിങ് 3 സ്റ്റിക്ക്. 2 സ്ട്രിങ് 3 സ്റ്റിക്ക്. ഇല്ല ഇതുകൊണ്ടേ പറ്റുള്ളൂ. ഞാൻ ഫിഷിംഗ് റോഡ് ഉണ്ടാക്കിയിട്ട് അങ്ങ് വെച്ച്. എത്ര നേരമായി കിടന്ന് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയിട്ട്. ഒന്നൊരു സ്പൈഡർ സൈഡിലൂടെ വന്നോണ്ട് നിനക്ക് എന്തിനാണ്ട് പോറ്റില്ല ഒരു സാധനം സൈഡിൽ സാധനം നോക്കട്ടെ. എന്തോ സാധനം കണ്ട് പാണ്ടാണോ പക്ഷേ അതല്ല. ജംഗിളും സവാനയൊക്കെ ഒരേ സ്ഥലത്ത്. എന്ത് ഒന്നും കാണുന്നില്ല. ഇപ്പം ചത്തേനെ രണ്ടും കണ്ടില്ലോ. ഒരിക്കലും ബ്ലൂ തത്തമ്മയില്ലേ, തത്തമ്മേടെ അടുത്ത് പോരുത്. വെക്സാന്ന് പിടിച്ചു പോകും.
കൊണ്ടുപോകുമ്പോൾ. പെറ്റായിട്ടൊക്കെ വയ്ക്കാൻ നല്ലതാ, പക്ഷേ തിരിച്ച് ബട്ട പണി കിട്ടും. എങ്ങനെയാണെന്നല്ലേ, നിങ്ങൾ അതിനെ കൊണ്ട് മാൻഷനിൽ പോയി നോക്ക്, അപ്പോൾ മനസ്സിലാവും എന്താ പണിയുന്നു. മാൻഷനിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഒരു ആവശ്യം ഉണ്ടായില്ല ആ ട്രേഡറിനെ തല്ലിക്കൊല്ലാണ്ട്. തല്ലിക്കൊന്നുമല്ല ഗൈസ്, ഞാനിങ്ങനെ ഇത് ചെയ്തിട്ടുള്ളത് ഞാൻ കുറേ പ്രാവശ്യം. ഗ്രൂപ്പില്ല, എന്തിനാ കഴിക്കണേ? എന്തിനാ കഴിക്കണേ? ഇത് കഴിച്ചാൽ പോരെ. നമുക്ക് എന്തെങ്കിലും അൺലിമിറ്റഡ് ഫുഡ് കിട്ടും. വെള്ളം, വാട്ടർ സോഴ്സുകളാണ്. ഫസ്റ്റ് ഞാൻ വെള്ളം കണ്ടുപിടിച്ച്. അയ്യോ, അതെടുക്കാൻ പോയതൊരു അഡ്വെഞ്ചറസ്. ഇനി കുറച്ച് നേരം നിൽക്കട്ടെ. അതെങ്ങനെ ഞാൻ ഉണ്ടാക്കി കിട്ടണേ? കിട്ടുന്നില്ല. ഇതൊക്കെ ഇവിടെ വില്ലേജ് അടുത്തുള്ളത് കൊണ്ട് തന്നെ കുറേ ട്രേഡേഴ്സ് പോണാണ്. അവിടേക്ക് പോണേനേക്കാളും നല്ലത് ഇവിടെ തന്നെ നിൽക്കണതാ. 10,000 ബ്ലോക്ക് കൊണ്ടിരും. പഫർ ഫിഷ്, വൈ ഈസ് ദിസ് കമ്മിങ് ഓൾ ടൈം? വൃത്തിയായിട്ട സാധനം എന്താ എല്ലാപ്പോഴും തന്നെ? എല്ലാപ്പോഴും അല്ലട്ടെ, എല്ലായ്പ്പോഴും. ഇപ്പം കണ്ട് തത്തമ്മേ പൂച്ച തത്തമ്മേ പൂച്ച തത്തമ്മ വന്നില്ല. എന്തൊക്കെയാലും ഇത് പൊട്ടാറായി. എന്തൊക്കെയാലും കുറച്ച് ഹണ്ടിങ് നടത്തിയിട്ട് പൊട്ടിക്കാം. അതല്ലേ അതിൻ്റെ ഒരു ശരി. ഞാനിപ്പോഴും നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞേക്കാം. ഇത്രയും ബ്ലോക്ക് ഹൈറ്റിൽ നിന്നും ഒരിക്കലും ഒരു ഈ ഫിഷിംഗ് റോഡ് ക്രീപ്പറിനെ ഫിഷ് ചെയ്ത് മുകളിലേക്ക് ഇടരുത്. ക്രീപ്പർ നിങ്ങളെ ഫിഷ് ചെയ്യും. നിങ്ങളുടെ ഹാർട്ട് ചിലപ്പോൾ പകുതിയാക്കും, അല്ലെങ്കിൽ നിങ്ങൾ അതോ ഗതി. ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ കൊന്നുവരും. ഫിഷ് ചെയ്യാനുള്ള അവിടെ കിടക്കാനാ പറഞ്ഞു. എന്ത് കഷ്ടമാണ് കേസത്. നമുക്ക് ഓട്ടോമാറ്റിക് ഫിഷിംഗ് ഫാം എങ്ങനെ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കണം. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാം എങ്ങനെ ഉണ്ടാക്കണം എന്ന് ഫസ്റ്റ് തന്നെ നോക്കണം. ഞാനേ ഗൂഗിളിൽ അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഗൂഗിളിൽ അടിച്ച് നോക്കിയേക്കാം. ഗൂഗിളിൽ അടിച്ചു നോക്കാം നമുക്ക്. ഞാനൊന്ന് എടുത്ത് നോക്കട്ടെ. ഓക്കെ, അടിച്ചു നോക്കിയിട്ട് തന്നെ കാര്യം. കാരണം അതിനെല്ലാം ഞാൻ എന്തിനാ ഓട്ടോമാറ്റിക് ഫിഷ് ഫാം മൈൻക്രാഫ്റ്റിൽ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഫിഷ് ഫാം 1.20 ഓട്ടോമാറ്റിക് AFK. ഓക്കെ നമുക്ക് ബെഡ്റോക്ക് തന്നെ വേണം. AFK ഫിഷിംഗ് ഫാം സിമ്പിളായിട്ടുള്ള സാധനം എടുക്കാം. ഉള്ള സാധനം തന്നെ വേണമെന്നുണ്ട്. നോക്കട്ടെ ഗൈസ്. സിമ്പിളായതാണ്. അടുത്ത എപ്പിസോഡത്തേക്ക് അത് തന്നെ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടത്തേക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്.